CPM നേതാവ് ശ്രീ സുരേഷ് കുറുപ്പ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേഷ് കുറുപ്പ്, ഇപ്പോൾ പ്രദീപ് പറഞ്ഞു നിർത്തിയത് ഒരു മിനി ഡിക്ഷണറി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു മിനി എൻസൈക്ലോപീഡിയ എന്ന് പറയും. ഈ മാധ്യമ പ്രവർത്തനമൊക്കെ തുടങ്ങുന്ന കാലം തൊട്ട് പൊതുജനാവകാശത്തിൻ്റെ കാര്യം വന്നാൽ ആര്, സംശയം തീർക്കാൻ ആര്, അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ആദ്യത്തെ ഉത്തരം എന്നും ഡിജോ കാപ്പനായിരുന്നു. സമൂഹത്തെ നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഇപ്പോൾ വിട പറയുന്നത്. എത്രത്തോളം വലിയ നഷ്ടമാണത്? ഹലോ, ശ്രീ സുരേഷ് കുറുപ്പ്, കേൾക്കാമോ? ഞാൻ പറഞ്ഞോളൂ. ഡിജോ കാപ്പനുമായിട്ട് ദീർഘകാലമായിട്ടുള്ള സ്നേഹവും സൗഹൃദമായിട്ടുള്ള വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹം KSAയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഞാൻ ആ കാലത്ത് SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കോട്ടയംകാരായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ ദീർഘകാലത്തെ സൗഹൃദമാണ്. കാപ്പനെ പോലെ എഫിഷ്യന്റ് ആയിട്ടൊരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കഴിവുള്ള എഫിഷ്യൻസി ലെവല് സാധാരണ ആളുകളെക്കാളൊക്കെ വളരെ ഉയർന്നു നിന്നിരുന്ന ഒരാളാണ് ഡിജോ കാപ്പൻ. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഡിജോ കാപ്പൻ മാറി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ച ഏറ്റവും വലിയൊരു നഷ്ടമാണ്. പക്ഷേ അദ്ദേഹം പൊതു രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, കൺസ്യൂമർ ഫോറത്തെ സമർത്ഥമായി ഉപയോഗിക്കുന്നതിനെല്ലാം കാപ്പൻ മുമ്പിലുണ്ടായിരുന്നു. അതിലെല്ലാം പഠിച്ചുപോയി കാര്യങ്ങൾ പറയുന്നതിന് അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. വ്യക്തിപരമായ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഡിജോ കാപ്പൻ എന്ന്. പൊതുവെ നമ്മളൊക്കെ പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറയാറുണ്ട്. രാഷ്ട്രീയം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനം തന്നെ തൻ്റെ മേഖലയാക്കി മാറ്റുക എന്ന് പറയുന്നതും അദ്ദേഹം എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി എങ്ങനെയാണ് ജീവിതം മാറ്റിവെക്കുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞല്ലേ? തീർച്ചയായിട്ടും. ശ്രീ സുരേഷ് കുറുപ്പാണ് നമ്മളോട് പ്രതികരിച്ചത്.